നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമായി നരേന്ദ്രമോദി രംഗത്ത് വരുന്നു. ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് ശക്തമായ സന്ദേശം നൽകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ രാജ്യത്ത് ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് മോദി പറഞ്ഞത്. പ്രൊഫസർ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. പുതിയ ചുമതലകൾ ഏറ്റെടുത്ത പ്രൊഫസർ മുഹമ്മദ് യൂനുസിന് ആശംസകൾ. ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് ബംഗ്ലാദേശ് സാധാരണ നിലയിലേക്ക് എത്രയും വേഗം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. അതേസമയം നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസ് ഇടക്കാല സർക്കാരിന്റെ തലവനായി ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇടക്കാല സർക്കാരിൽ രാഷ്ട്രീയ പ്രതിനിധികളില്ല. സാമൂഹിക മനുഷ്യാവകാശ പ്രവർത്തകരും വിദ്യാർത്ഥി സൈനിക പ്രതിനിധികളുമാണ് ഉള്ളത്. അതേസമയം ബംഗ്ലാദേശിൽ സ്ഥിതി കൂടുതൽ വഷളായാൽ ഇന്ത്യൻ സൈന്യം ഇടപെട്ടേക്കുമെന്നും സൂചനകൾ വരുന്നുണ്ട്.